ഇന്ത്യൻ സിനിമയിലെ താരസുന്ദരി ശ്രീദേവി വിട പറഞ്ഞിട്ട് 7 വർഷം പൂർത്തിയാകുന്നു. അംഗഭംഗിയുടെ അവസാന വാക്ക് അതായിരുന്നു സിനിമാ പ്രേമികൾക്ക് ശ്രീദേവി. 4-ാം വയസ്സിൽ ബാലതാരമായിട്ടായിരുന്നു ശ്രീദേവിയുടെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 8 വയസ്സുള്ളപ്പോൾ പൂമ്പാറ്റ എന്ന മലയാള ചിത്രത്തിലൂടെ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ്. 13-ാം വയസ്സിൽ മുണ്ടുമുടിച്ചെന്ന തമിഴ് പടത്തിലൂടെ നായിക. പിന്നെ കണ്ടത് ശ്രീദേവി വാണ നായിക സാമ്രാജ്യം. തമിഴിന്റെ സ്ത്രീയായി തുടങ്ങി ബോളിവുഡിന്റെ റാണിയായി മാറാൻ അവർക്ക് അധികം സമയം വേണ്ടി വന്നില്ല. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങി സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ താരസുന്ദരിയായിരുന്നു ശ്രീദേവി. 2018 ഫെബ്രുവരി 24-നായിരുന്നു ദുബായിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ശ്രീദേവിയെ കണ്ടെത്തുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള നടിയുടെ വേർപാട് ആരാധകരെയും സഹപ്രവർത്തകരെയും ഒക്കെ ഞെട്ടിച്ചു. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും തുടക്കത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 7 വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി മരിക്കാൻ കാരണമായ സംഭവം എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് നടിയുടെ ഭർത്താവും പ്രമുഖ നിർമ്മാതാവുമായ ബോണി കപൂർ. ദ ന്യൂ ഇന്ത്യയുമായി നടത്തിയ അഭിമുഖത്തിലൂടെയാണ് ബോണി കപൂർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതീവ സുന്ദരിയായിരുന്ന ശ്രീദേവി സൗന്ദര്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളായിരുന്നു. വാർദ്ധക്യത്തിലെത്തിയിട്ടും സുന്ദരിയാകാനുള്ള ആഗ്രഹമാണ് അകാലത്തിലുള്ള നടിയുടെ മരണത്തിലേക്ക് വരെ എത്തിച്ചതെന്നാണ് ബോണി കപൂറിന്റെ വെളിപ്പെടുത്തൽ. ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ പോലും ശ്രീദേവി അവഗണിച്ചിരുന്നു. ശ്രീദേവിയുടെ മരണത്തിന് ശേഷം 48 മണിക്കൂറാണ് ദുബായ് പോലീസ് തന്നെ ചോദ്യം ചെയ്തത്. അതിനൊപ്പം മാധ്യമങ്ങളുടെ വേട്ടയാടലും ഉണ്ടായി. ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് അവർ കണ്ടെത്തി. അന്ന് നുണ പരിശോധനയടക്കം എല്ലാവിധ പരിശോധനകൾക്കും എന്നെ വിധേയനാക്കി. ശ്രീദേവിയുടേത് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഭാര്യയുടെ ചില മോശം ശീലങ്ങളാണ് അസുഖങ്ങൾക്ക് കാരണമായതെന്നും ബോണി കപൂർ പറഞ്ഞു. വിശക്കുന്നുണ്ടെങ്കിലും ശ്രീദേവി പലപ്പോഴും പട്ടിണി കിടക്കുമായിരുന്നു. എന്നും മെലിഞ്ഞ് സുന്ദരിയായി കാണപ്പെടണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. അതുമാത്രമേ അവർ നോക്കിയുള്ളൂ. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെയും സ്ക്രീനിൽ സുന്ദരിയായി കാണപ്പെട്ടത്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം പലതവണ അവരുടെ ആരോഗ്യനില വഷളായി. രക്തസമ്മർദ്ദം കുറവാണെന്ന് ഡോക്ടർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവളത് കാര്യമാക്കിയില്ല. ശ്രീദേവി സിനിമയുടെ സെറ്റിൽ സ്ഥിരമായി തളർന്നു വീഴാറുണ്ടായിരുന്നു. അങ്ങനൊരു സംഭവം നടൻ നാഗാർജുനയും വെളിപ്പെടുത്തിയിരുന്നു. പട്ടിണി കിടന്നുകൊണ്ട് ആരും ചെയ്യാത്ത ഭക്ഷണക്രമമാണ് ശ്രീദേവി പിന്തുടർന്നത്. 40-45 വയസ്സേ തോന്നിക്കാവൂ എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. പിന്നെ ഭക്ഷണത്തിൽ ഉപ്പ് ഉൾപ്പെടുത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചെങ്കിലും അതും ഗൗരവമായി എടുത്തില്ല. ഒരുപക്ഷെ ഞാനും അത് ഗൗരവമായി എടുത്തില്ലെന്നാണ് ബോണി കപൂറിന്റെ വെളിപ്പെടുത്തൽ. 1996-ലായിരുന്നു ശ്രീദേവിയുടെയും ബോണി കപൂറിന്റെയും വിവാഹം നടന്നത്. ബോണി കപൂറുമായിട്ടുള്ള വിവാഹത്തോടു കൂടിയാണ് അഭിനയത്തിൽ നിന്നും ശ്രീദേവി മാറി നിൽക്കുന്നത്. 2 പെൺമക്കളുടെ അമ്മ കൂടിയായതോടെ ഇടവേള നീണ്ടു. ശ്രീദേവിയുടെ മൂത്ത മകൾ ജാൻവി കപൂർ സിനിമയിൽ സജീവമാണ്. വിട പറഞ്ഞ് 7 വർഷം പിന്നിടുമ്പോഴും അഴകിലും അഭിനയത്തിലും ഇന്നും ശ്രീദേവിക്ക് പകരം ശ്രീദേവി മാത്രം.